ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. അപ്പോൾ ഈ പുളിയിഞ്ചി തയ്യാറാക്കുന്നതിനുള്ള ഓരോ സ്റ്റെപ്പ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലാണ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തോല് കളഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ്. അത് ഇതുപോലെ റൗണ്ടായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് മുളക് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇഞ്ചിയും മുളകും ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ. അടുപ്പത്തുള്ള പാനിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം വേണ്ടോ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. വെള്ളം ചേർക്കാതെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ ആ പൊടിച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും കൂട്ടുള്ള ഒരു കൂട്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് നല്ല ക്രിസ്പ് ആവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ അല്ലാതെ ഡയറക്റ്റായിട്ട് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ടിട്ട് നിങ്ങൾക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിലാവുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് ഈ സമയത്ത് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ശർക്കര മുഴുവനായിട്ടും ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇഞ്ചിക്കറി താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് എടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിക്കറിയുടെ മുകളിലേക്ക് താളിച്ചൊഴിക്കാം. ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് പറയാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്നു. നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ്. ഉപ്പ്, എരിവ്, പുളി ഒക്കെ നല്ല കറക്റ്റ് പാകത്തിനാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ വേറൊരു ഓണം റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.